ഈ കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നത് സെക്ഷുവലി എന്നുള്ള കാര്യം, അതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന കൊച്ചു കേരളത്തിൽ, കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു ഡൗട്ടുകൾ. ഞാൻ ചെയ്തതിൽ ഒരു സത്യമുണ്ടെന്നും ഞാൻ ചെയ്ത ഒരു ഇന്റൻഷൻ പ്യുവർ ആണെന്നും എനിക്കറിയാവുന്നിടത്തോളം കാലം ഈ കാണുന്നവരുടെ കണ്ണിലേ ഉള്ളൂ തിമിരം. സ്വപ്നസ്ഖലനമൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഇവനാണ് എന്നെ പഠിപ്പിക്കുന്നത്, ഇവനാണ് എന്റെ സ്കെച്ച് എഡ്യൂക്കേറ്റർ മലയാളത്തിൽ. ചിലർ വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. പക്ഷെ അവർക്കൊരു പോയിന്റ് കഴിയുമ്പോഴാണ് അവരറിയുന്നത് അയ്യോ ഇതെന്നെ അബ്യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഇത് വന്നു കഴിയുമ്പം അവർക്ക് ആ സ്പോട്ടിൽ മനസ്സിലാവും ഇതിങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ അതിനകത്ത് ബോൾഡായിട്ട് ഇത് പറയണം എന്നുള്ളതാ പറയുന്നത്. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മാറ്റ്നി ലൈവ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഷോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മാറ്റ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു വെബ് സീരീസിൽ ചിരിപ്പിക്കില്ലേ, ഇതോടുകൂടി 12ാമത്തെ പ്രാവശ്യമാണ് പുതിയൊരു വെബ് സീരീസ് റിലീസാകാൻ പോവുകയാണ്. അതിന്റെ പേരാണ് സെക്സ് എഡ്യൂക്കേഷൻ. അതിന് എന്നാ നോക്കുന്നത്? എന്തിനു നീ നമ്മുടെ ലീഡിങ് ആക്ട്രസ് ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഞാൻ ആക്ട്രസിനെ നോക്കാതെ എങ്ങനെ പറയുന്നത്? നമ്മൾ ഒരുമിച്ച് പറയുമെന്നാ ഞാൻ വിചാരിച്ചത്. സെക്സ് എഡ്യൂക്കേഷൻ. അപ്പം ഞങ്ങൾ രണ്ടും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ഞാനിരിക്കുന്ന എന്താന്ന് അവർ ചോദിക്കില്ല, നീ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നു? ഇവൻ എന്തിനാ ഇരിക്കുന്നത്? ഞാൻ തന്നെ പറയാം. അല്ല ഞാൻ പറയാം, നിനക്ക് നാണമില്ല. ഞാൻ പറയാം. അതായത് നമ്മളുടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ മാറ്റ്നി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വരുന്ന വെബ് സീരീസിന്റെ ദ ഗ്രേറ്റ് റൈറ്റർ ജിത്തു, വെൽക്കം ടു ദ ഷോ. ഓക്കെ, ഞാൻ തിരിച്ചു പറയണ്ടേ? നമ്മൾ ആ ചെയ്ത വെബ് സീരീസിന്റെ ലീഡ് റോൾ ചെയ്യുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ അതന്നെ ലീഡ് റോൾ ചെയ്യുന്നത് അല്ലേ? അതെ, ആകെ 4 പേരെ ഉള്ളൂ. അതിനകത്താണ് ഞാൻ ലീഡ് റോൾ ചെയ്യുന്നത്. അതിന്റെ മെയിൻ ക്യാരക്ടറാണ് ഗായത്രിയായിട്ട് അഭിനയിച്ച ശ്രുതി രചന. ആള് മാറിപ്പോയെന്നെ. അപ്പൊ എങ്ങനെയാണ്, ഞാനാണ് നീ ഇന്റർവ്യൂവർ, അത് മനസ്സിലായോ? നീ എങ്ങനെയാണ് നീ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാനുണ്ടായത്? നിന്റെ ചേതോ വികാരം എന്തായിരുന്നു? ഈ ഒരു ടോപ്പിക്കിലോട്ട് വരാനുള്ള ചേതോ വികാരം മീൻസ് ഞങ്ങൾ അവിടെ ഒരു ടീമുണ്ട്, അറിയാലോ, അന്ന് നമ്മൾ വർക്ക് ചെയ്ത. അപ്പൊ ഞങ്ങൾ ഒരു ഡയറക്ടർ, എഡിറ്റർ, ആക്ടർ, റൈറ്റർ, അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റിംഗ് ഒക്കെ ആ ഒരു ഇതിൽ പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കണ്ടന്റിനെ പറ്റി സംസാരിച്ചിട്ടുള്ള സമയത്ത് സ്കൂളിൽ ഇങ്ങനെ കുട്ടികളെ പണ്ട് ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ടൈമുണ്ട്. ഒരുപാട് പ്രായമുണ്ട്. അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞ അപ്പം ആ ടൈമിൽ കാസ്റ്റ് ബേസിൽ വിളിച്ച് ഈ സ്കോളർഷിപ്പ് കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ പല പല കാറ്റഗറി വിളിച്ചിട്ട് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കും. അപ്പൊ എല്ലാവരും എണീറ്റിരിക്കുക. അപ്പൊ ആ കാസ്റ്റിനെ അത്രയും വേർതിരിച്ച് ആ ടൈമിൽ ഇങ്ങനെ പറഞ്ഞപ്പം അതിനൊരു കണ്ടന്റ് ചെയ്യാന്നുള്ള ഒരു തോട്ട് വന്നു. അത് വെച്ചിട്ട് അത് ചെയ്തപ്പോ നമ്മൾ ഈ സമയത്ത് റെലവന്റ് അല്ല, കാരണം ഇപ്പം എല്ലാം വിളിക്കാറില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ തോട്ടിൽ വന്നു. നമ്മള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ മീൻസ് ആ സമയത്ത് നമ്മൾ ആ പാഠം പഠിക്കാൻ അല്ലെങ്കിൽ 7ാം പാഠം പഠിപ്പിക്കും എന്നുള്ള ടൈമിൽ എല്ലാവരും ക്യൂരിയോസിറ്റി ആണല്ലോ. ആ നിൽക്കുന്ന ടൈമിൽ ടീച്ചേഴ്സ് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ആണല്ലേ? ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ കൂടാതെ തന്നെ ഞാൻ ഇങ്ങനൊരു ആ ടൈമിലാണ് ഞാനൊരു ന്യൂസ് കാണുന്നത്. ഒരു പയ്യൻ ലിഫ്റ്റ് അടിച്ചിട്ട് ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യുന്ന അവൻ പയ്യനാ. ഒരു മഴ സമയത്ത് വണ്ടി വന്നിട്ട് ലിഫ്റ്റ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ അബ്യൂസ് ആയിട്ട് ആ പെണ്ണെടുത്ത് പെരുമാറി ആ പെണ്ണൊരു ലൈവ് ഇട്ടിട്ട് ആ ടൈമിൽ അവൻ വേണ്ടത്ര സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. പയ്യനാ, അവൻ 7-ോ 8-ലോ പഠിക്കുന്ന ഒരു പ്രായമാണ്. അപ്പൊ എന്റെ തോട്ടിൽ പോയതെന്ന് വെച്ചാൽ അത് അവന്റെ കുറ്റമാണോ, അത് അവന് കിട്ടേണ്ട അറിയേണ്ടതായിട്ടുള്ള നോളജ് കിട്ടാത്തതുകൊണ്ട് പറ്റിപ്പോയതാണോ? കാരണം ഹോർമോൺ ചേഞ്ചസ് നടക്കുന്ന ടൈംസ് ആയിരിക്കും. അപ്പൊ ഇതൊന്ന് പറയാനൊരു ഇത് പറയപ്പെടണമെന്ന് തോന്നിയിട്ട് ഞാൻ അവന്മാർക്ക് ഞാൻ പറയുകയും ചെയ്തു. ഞങ്ങൾ അങ്ങനെ അതിനൊരു സ്ക്രിപ്റ്റിംഗ് രൂപത്തിലാക്കി. പക്ഷെ അത് ആദ്യത്തെ ഫോമൊക്കെ വേറൊരു രീതിയിലായിരുന്നു. നമ്മുടെ മെയിൻ ഇത് തന്നെ, ഒരു ടീച്ചർ വരുന്നു, പഠിപ്പിക്കുന്നു. ആ പാഠം പഠിപ്പിച്ച ടീച്ചർ അവധി, പുതിയ ടീച്ചർ വരുന്നു, ടീച്ചർ ഇതിനെ പഠിപ്പിക്കുന്നു. അത് ഡിഫറെന്റ് ആയിട്ട് പഠിപ്പിക്കും. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ട്, അത് പല ഇമോഷൻസ് എഴുതി. എന്നിട്ട് ഇവൻ ലീഡ് റോൾ എന്ന പോലെ വിളിച്ച് വരുത്തി എടുത്താൻ ഇവിടെ. അത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് ഞങ്ങൾ ഷോർട്ട് ഫിലിം ഇവന് ഞാൻ കോമഡി പീസ് ആയിട്ട് തോന്നിയത്. പറയടാ നീ ഇവനെ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ.
ഞങ്ങളപ്പോ ഷോർട്ട് ഫിലിം പോലെയല്ലേ പ്ലാൻ ചെയ്തത്. അങ്ങനെ ശരിയാണ്, ഇവര് ഷോർട്ട് ഫിലിം ആയിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അത് റിലീസ് ചെയ്യപ്പെടുന്നില്ല. ഒരു മിനിറ്റ്, ചായ വന്നു, ഞാൻ ചായ കുടിച്ചോട്ടെ. ഇങ്ങനെ എന്നെ ഇവൻ പട്ടണിക്ക് ഇരുത്തിയാണ് ഗൈസ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾക്കത് ഇത് അണ്ണാക്ക് പൊള്ളുമല്ലോ. ഞങ്ങളത് സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. റിലീസ് ചെയ്യാതെ ഞങ്ങളത് മാറ്റി വെച്ചു. അങ്ങനെ ഡയറക്ടർ ഇല്ലേ നമ്മുടെ നിതിൻ, പ്രിയേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പ്രിയേച്ചി ഇത് കാണുന്നു, പ്രിയേച്ചി വഴി ഷിനോയേട്ടൻ കാണുന്നു. അങ്ങനെ അവർക്ക് ഈ കണ്ടന്റ് ഭയങ്കര റെലവന്റ് ആണ് തോന്നുന്നു. കണ്ടന്റ് വൈസ് ഇറ്റ്സ് എ സ്ട്രോങ് കണ്ടന്റ്, പക്ഷെ നമ്മളത് തൊട്ടാ പൊള്ളുന്ന കണ്ടന്റ്. അതെ അതെ അതെ. അപ്പം ഈ ഷിനോയേട്ടൻ ഞങ്ങളെ വിളിച്ചു ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു ഇതിൽ ഒതുക്കി നിർത്തരുത്, നമ്മൾ മുമ്പിലേക്ക് ഇത് പോകണം. അപ്പൊ നിങ്ങളൊരു വെബ് സീരീസ് ആയിട്ട് ഇത് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഒരു തോട്ട് വരുന്നത്, വെബ് സീരീസ് ആയിട്ട് ചെയ്യാം. ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ തന്നെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഞങ്ങൾ തന്നെ ആയതുകൊണ്ടും ഞങ്ങൾക്ക് ഫണ്ടിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ പറഞ്ഞു ഞങ്ങളായിരുന്നു ആ വലിയ പ്രൊഡ്യൂസേഴ്സ്. പ്ലീസ് അപ്പൊ പറഞ്ഞു ഷിനേട്ടൻ പറഞ്ഞു ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റ് അടിച്ചു പോനെ ലോട്ടറി അല്ലേ, അതായിരുന്നില്ല സത്യം. നിന്റെ മനസ്സിൽ നമുക്കത് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. നീ എത്ര രൂപ മുക്കി? സത്യം പറ. 1 രൂപയെ മുക്കിയിട്ടില്ല. പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല. ഇവിടുന്ന് ഡയറക്റ്റ് അല്ലേ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് ആണ്, നമ്മൾ അതിൽ അതാ നീ കള്ളനാണ് കണ്ടപ്പോഴേ തോന്നി, മനസ്സിലായില്ലേ? എന്നെ ട്രോളാൻ കൊണ്ടിരുന്നിരിക്കുന്നതാണ്. ഇല്ല നീ പറ. അപ്പം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് എപ്പിസോഡും തേർഡ് എപ്പിസോഡും എഴുതുന്നത്. അങ്ങനെ മുമ്പ് ചെയ്ത കുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോയി. അപ്പോഴാണ് മെയിൻ ആയിട്ട് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടുന്ന് ഷിനോ ചേട്ടൻ സജസ്റ്റ് ചെയ്തു, എന്നെ പറഞ്ഞിരുന്നു. ഈ തെണ്ടി പറഞ്ഞു വേണ്ട, അത് വേണ്ട, അത് ശരിയാവില്ല. എന്നിട്ട് ഇവൻ എന്നെ ഫസ്റ്റ് വന്ന് കാണുന്നത് അവന്റെ മുഖത്തുണ്ടത് ഇതിനെയാണല്ലോ ദൈവം ഇനി പറയാ വേണല്ലോ. പക്ഷെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവനൊരു സമാധാനമായത്. ഓക്കെ, ഇവ കണ്ടതൊന്നും അല്ലായിരുന്നു വന്ന് കൊത്തിയത് എന്നുള്ളത്. കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗായത്രി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ ബേസ് എന്തുവാ, ഭയങ്കര ബോൾഡാണ്. ആ ക്യാരക്ടർ അത് പറയട്ടെ, എനിക്ക് പേഴ്സണലി സംസാരിച്ച് പരിചയമില്ല. ആ നമ്മൾ ചക്കപ്പഴത്തിൽ ഒരു കോമഡി ചെയ്ത് കണ്ട ഒരു പരിചയമല്ലേ ഉള്ളൂ. അപ്പം കണ്ടു കഴിഞ്ഞ ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഈ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം എഴുതുന്ന ഒരു സാറിനെ വെച്ചിട്ടാ, ലേഡി ക്യാരക്ടർ അല്ല, സാറായിരുന്നു. നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കുന്ന നമ്മുടെ ആ സമയത്ത് അടിപൊളി വെച്ച് എഴുതിയപ്പോഴും ഒരു സാറായിരുന്നു. അപ്പൊ കാര്യം നമ്മൾ എഴുതുമ്പം അപ്പോൾ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, വിഷ്ണു ശോഭന എന്ന് പറയുന്നത്. പുള്ളിയാണ് അതൊരു ടീച്ചർ പറയുമ്പോഴാണ് അതിന്റെ ഏറ്റവും കൂടുതലൊരു റെലവൻസ് കൂടുന്നത്. കാരണം ഒരു സാറ് വന്ന് പറഞ്ഞ് അങ്ങനെ കമ്പയർ ചെയ്ത് മാറ്റി നിർത്തേണ്ട കാര്യമില്ല, രണ്ടുപേരും ഈക്വൽ ആണ്. അങ്ങനെ ടീച്ചർ പറയപ്പെടുമ്പം അതിനെ ടീച്ചറിനെ കൊണ്ട് എന്തുകൊണ്ട് പറയിച്ചൂടാ എന്നാ ചോദിച്ചത്. ഞങ്ങൾ ആലോചിച്ചു ടീച്ചർ ആകുമ്പോൾ നമ്മൾ ടീച്ചർമാരിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആദ്യത്തെ റോൾ മോഡൽ എന്നൊക്കെ പറയുന്നത് മിക്കവാറും എല്ലാവർക്കും ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും. ആ ടീച്ചറിനെ പോലെ ആയാൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന ഒരു എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആരാധനയൊക്കെ തോന്നി. അപ്പോഴാണ് നമുക്കും അത് ക്ലിക്ക് ആയത്, ടീച്ചർ മതി. പക്ഷെ ആ ടീച്ചറിനെ കംപ്ലീറ്റ്ലി ശ്രുതി ബുദ്ധിമുട്ട് അവന് പറയാൻ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി കാണുമ്പോ അവനെ തോന്നുന്നു കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടു. കാര്യം സത്യം പഠിപ്പിക്കുന്ന ടൈമില് നമ്മളല്ലേ എന്ന് വെച്ചാല് ഒന്നാമത്തെ കാര്യം എനിക്ക് വന്നിരുന്ന ഭയങ്കര ബാരിയർ എന്ന് പറഞ്ഞാൽ ഞാൻ CBSE സ്റ്റുഡന്റ് ആണ്. അപ്പം ഇവൻ എഴുതിയിരുന്ന മറ്റേ മലയാളം വാക്കുകളൊന്നും നമ്മൾ സ്പേം എന്ന് പറയുന്നത് ഇവൻ വേറെന്തൊക്കെ എഴുതിക്കൊണ്ട് വരുമ്പോൾ എനിക്കിതൊന്നും തലയിൽ നിൽക്കുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർബേഷൻ, സ്പേം ഇതൊക്കെ നമുക്ക് കോമൺ വാക്കാ. ഇതപ്പൊ എനിക്ക് നാച്ചുറൽ ആയിട്ട് വരുമ്പോ നീ എഴുതിക്കൊണ്ടുവന്ന എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. സ്വപ്നസ്ഖലനം എന്നൊക്കെ എന്തോ ഞാനിപ്പോ സ്വപ്നസ്ഖലനോ ഇതെന്ന സാധനം, ഇതൊക്കെ ഞാൻ വെള്ളം കുടിച്ചെന്നല്ല വേറെ എന്തെങ്കിലും ഒക്കെ പറയാം. ഉദ്ധാരണം എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു മലയാള ഭാഷ പാഠാവലിയായിരുന്നു ഈ വെബ് സീരീസ്. പക്ഷെ അതിന് ഭയങ്കര കാര്യമുണ്ട്. അത് പറയാൻ നിന്നപ്പോ ഒരു ടേക്കോ 2 ടേക്കോ ചെറുതായിട്ടൊന്ന് തെറ്റി, ആള് പോയി. തെറ്റിയതല്ല, എന്ന് വെച്ചാൽ നമുക്കിത് ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു വരുവാണല്ലോ. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഫഷൻ ആയിരുന്നു. ഞാൻ ഇതല്ലെങ്കിൽ ടീച്ചർ ആയിരുന്നു ആവുക. അപ്പൊ അതുകൊണ്ട് ആ പോയിന്റ് എനിക്ക് സേഫ് ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വരുമ്പം ഈ സാധനം എന്താ എന്നുള്ള സെറ്റപ്പായി. കാരണം സ്വപ്നസ്ഖലനൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഇവനാണ് എന്നെ പഠിപ്പിക്കുന്നത്, ഇവനാണ് എന്റെ സ്കെച്ച് എഡ്യൂക്കേറ്റർ മലയാളത്തില്. പക്ഷെ 2 ടേക്ക് അല്ലേ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി പറഞ്ഞിട്ട് ഇന്നതാ. അപ്പം
അപ്പൊ തന്നെ അത് എന്നിട്ട് ഞാൻ ചോദിച്ചു, ഭവാനായ റൈറ്ററിനോട് ഞാൻ ചോദിച്ചു, എടാ വല്ല മാസ്റ്റർബേഷനും അങ്ങനെയൊക്കെ പറഞ്ഞു. പോരെ 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 പോരെ, ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ സ്വപ്നസ്കലനം വേണം, സ്വപ്നസ്കലിച്ചോ നീ എന്ന് പറഞ്ഞിട്ട് വിട്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അത് ക്യാരി അപ്പ് ചെയ്തു. അപ്പൊ തന്നെ അത് പറഞ്ഞു, അത് പഠിച്ചു, പറഞ്ഞു. ഭാഗ്യം ഇല്ലേ ഞാൻ എവിടെ ഇരുന്ന്. അതാ നമ്മൾ പെട്ടെന്ന് തീർന്നു. ഞാൻ വിചാരിച്ചു ഈ സ്ക്രിപ്റ്റും കൂടെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ തേഞ്ഞ്, ഞാൻ ഇവിടെ ഇരുന്ന് ഈ വാക്കുകൾ പഠിച്ചു തന്നെ. നല്ല എന്നുവെച്ചാ നമുക്ക് അവിടെ വെബ് സീരീസ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു, രസമായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു, നല്ല വൈബ് പിള്ളേര്. അവരോടൊന്ന് ഞാൻ പറഞ്ഞു അബദ്ധത്തിൽ, നിങ്ങൾ കൗണ്ടർ അടിച്ചോട്ടെ, ഇപ്പൊ എന്നോട് ഇരുന്ന് പറഞ്ഞില്ലേ അതുപോലെ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ കൗണ്ടർ അടിച്ചോ, ഞാൻ തിരിച്ചു പറഞ്ഞോളാം. അവന്മാര് തുടങ്ങിയിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ഇവന്മാര് മിണ്ടാതിരിയടാ ചിലക്കാതെ എന്ന് പറയേണ്ട അവസ്ഥ വന്നു. ഒരു വലിയ ക്രൂ ആണ് നമ്മൾ മാനേജ്. അതെ, ഭയങ്കര 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, അത്രയും പിള്ളേരും. അത് ഇവരാരും മറ്റേ ആക്ടേഴ്സും കാര്യങ്ങളും ഒന്നും അല്ല, സാധാ പിള്ളേരാ. അപ്പൊ അവരെ സംബന്ധിച്ച് കൗണ്ടർ അടിച്ചോടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് ആത്മാർത്ഥമായിട്ട് അങ്ങ് തുടങ്ങിയങ്ങ്. അതും അവർക്ക് കൗണ്ടർ അടിക്കാൻ കിട്ടിയ ടോപ്പിക്കും അടിപൊളി. പക്ഷെ നല്ല കുട്ടികളായിരുന്നു. നമ്മൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ക്യാമറ യൂണിറ്റ് ആണെങ്കിൽ എല്ലാം കൊണ്ടും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് അത് ഡീൽ ചെയ്ത് കൊണ്ടുപോയി. എന്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റില് സ്കൂളും പറയണം, നല്ല അതായത് പഴയ ആംബിയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്ന. എനിക്ക് ഭയങ്കര, ഞാൻ അങ്ങനത്തെ ഒരു സ്കൂളല്ല പഠിച്ചെങ്കിൽ കൂടെ ഈ ചോക്കിന്റെ ഒക്കെ മണം ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ മറ്റേ മാർക്കറും പേന, എനിക്ക് അതൊരു സ്കൂൾ ഫീൽ വരത്തില്ല. ആ ചോക്കിന്റെ മണവും ഡസ്റ്ററിന്റെ പൊടിയും അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ആ സാധനമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, നൊസ്റ്റാൾജിയ തന്നെയായിരുന്നു സ്കൂള്. ഞാൻ എന്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രിപ്റ്റ് ആദ്യം അയച്ചു തന്നല്ലോ, ഞങ്ങൾക്ക് ഒരു ടെൻഷനുണ്ട്. അപ്പം ഒരു ആർട്ടിസ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കണം, അത് എങ്ങനെയായിരിക്കും അവർ എടുക്കുക എന്നുള്ള, അവർ ചെയ്യുക എന്നുള്ള കാര്യം. ഇങ്ങനെ നമ്മളെ ഷിനോചേട്ടനും ആ ടെൻഷൻ ഉണ്ടായിരുന്നു. ഷിനോചേട്ടൻ ആദ്യം എന്റെ എനിക്ക് ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടാണ്, ഇതൊരു സ്ക്രിപ്റ്റ് മാത്രമാണ്, ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് അയച്ചത്. ഞാൻ ഇത്രയും കുഴപ്പം പിടിച്ച സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അയച്ചത്. അതല്ല, തേർഡ് എപ്പിസോഡിൽ നമ്മൾ അത് വിവരിച്ചു വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഒരു സീൻ വിവരിച്ചിരിക്കുന്ന വേറൊരു രീതിയിലാണ്. അപ്പൊ അതെങ്ങനെ കിട്ടിയപ്പോ എന്തുവായിരുന്നു അത് വായിച്ചപ്പോ പ്രചോദനം എന്തായിരുന്നു? ബിക്കോസ് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പൊതുവെ എന്റെ ഫ്രണ്ട് സർക്കിളിൽ നോക്കിയാലും എന്റെ ഫാമിലി സർക്കിളിൽ നോക്കിയാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. കാരണം എൻ്റെ ഇപ്പൊ അനിയന്മാർക്കാണെങ്കിലും അനിയത്തിമാർക്കാണെങ്കിലും അത് വന്ന് പറയാനൊരു സേഫ് സ്പേസ് വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവരും ഇത് കാണുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ ഇതാകുക, ഇത് വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് എന്താകും എന്നുള്ളതാണ്. എനിക്കൊരിക്കലും തോന്നില്ല ഒരു ടീച്ചറിനെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിപ്പിക്കാമെങ്കിൽ എനിക്ക് ആക്സ് ആൻ ആക്ടർ എനിക്ക് കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ഇത്രയും കുട്ടികളെ, അതും ചക്കപ്പഴം, നീ ആസോൾട്ട് പറഞ്ഞതുപോലെ ചക്കപ്പഴത്തിൽ എന്നെ ഫോളോ ചെയ്യുന്നത് എനിക്കറിയാവുന്നത് ഒട്ടുമിക്കതും ഒരു 15 വയസ്സ് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളാണ്. അപ്പം ഉറപ്പായിട്ടും നമ്മളുടെ ഈ വെബ് സീരീസ് ഇറങ്ങുമ്പോൾ കാണാൻ പോകുന്നതിൽ ഒരു മെജോറിറ്റിയും ഈ കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതായത് തിരിഞ്ഞു നിന്ന് ഞാൻ നോക്കുമ്പം ഞാൻ എൻ്റെ ഓഡിയൻസിനെ നോക്കുകയുള്ളൂ. ഇപ്പം മാറ്റനി പ്രൊഡക്ഷൻസിന് അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, ദാറ്റ്സ് അപ്പാർട്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ, പേഴ്സണലി നോക്കുമ്പം എൻ്റെ ഓഡിയൻസിനെയാണ് നോക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പം അത് കുട്ടികളിലേക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതെന്ന് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതൊരു നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ അത് അവർക്ക് റിലവൻ്റ് ആണ്. അപ്പം ഈ കുട്ടികളിൽ പലരും ഞാൻ ചെയ്യുന്നത് പോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കിയിട്ട് ഞാൻ മുടി വെച്ച പോലെ വെക്കുന്നുണ്ട്, ഞാൻ കളർ ചെയ്തപ്പോൾ കളർ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അസ്. അപ്പോൾ നല്ലൊരു കാര്യത്തിന് അത് ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ എനിക്കറിയില്ല ഇതങ്ങനെ അങ്ങ് ഭയങ്കര ഇതാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ കൂടെയും 10 പേരെങ്കിൽ 10 പേര് അവർ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു പാർട്ടാവാൻ എനിക്ക് കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി ഗുഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗായത്രിയിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആലോചിക്കാൻ പോലും, എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കാനുള്ളൊരു ടൈം, എനിക്ക് പൊതുവെ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഇത് വായിക്കാനുള്ളൊരു ടൈമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങളൊരു ഗ്യാങ് ഇരുന്നാ ഇത് വായിക്കുന്നത്. ഒരാൾ വായിച്ചു തരുന്നത് എനിക്ക് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഇത് വായിക്കുന്നപ്പോൾ ഞാനിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, കൊള്ളാല്ലേ, സാധനം അടിപൊളിയായിട്ടുണ്ട്. കാരണം നമുക്കാണെങ്കിലും ഞാൻ റിലവൻ്റ് ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അവർ പറഞ്ഞു നിന്നെ കൊണ്ട് എന്തായാലും പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഡേറ്റ് മാത്രം നേരത്തെ പറയണം, ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് എനിക്കറിയാം ഇപ്പൊ ഇതിന്റെ വേർസ്റ്റ് കേസ് സിനാറിയോ വരെ ഞാനൊരു ഓവർ തിങ്കറാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞാനൊരു ഓവർ തിങ്കറാണ്. അതുകൊണ്ട് ഇവര് കമന്റ് ചെയ്യാത്തവരെ ഞാൻ കമന്റ് ചെയ്ത് കഴിഞ്ഞു എന്റെ തലയിൽ. അതിന്റെ അപ്പുറത്തേക്ക് ഇനിയൊന്നും അവരെ കൊണ്ട് ചെയ്യാനില്ല. അപ്പം ഐ ഡോണ്ട് കെയർ എന്നല്ല,
ഇത് അവർക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. അങ്ങനെ നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം അത് ആവശ്യമാണ്. ഇത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കുട്ടികൾ. ഇപ്പം നിന്നെ സംബന്ധിച്ചാണെങ്കിലും നിനക്ക് ഈ പറയുന്ന എല്ലാ വികാരങ്ങളും ഉണ്ട്, ബിക്കോസ് യുവർ ഹ്യൂമൻ ബോഡി വർക്ക്സ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്കും ആ പ്രായത്തിലും ഒക്കെ ഈ വികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെപ്പറ്റി സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അതൊരു റൈറ്റ് ഡയറക്ഷനിൽ നമുക്ക് പോകാൻ പറ്റുക. അതിനെപ്പറ്റി മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ നമ്മളെ വഴിതിരിച്ച് വെട്ട പോലെ ആയിപ്പോളും. അതിനൊരു നല്ലൊരു വഴി തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്നതിൽ കുറച്ച് ചീത്തയാവുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചീത്തയാകുന്നു. അത് കൂടാതെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, കാണുന്ന ഒരു പേരന്റിനാണെങ്കിലും ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം വരാം. അതായത് എടാ ഇതൊരു ഷെല്ലാ, നേരത്തെ നീ പറഞ്ഞ പോലെ ഒരു ഷെല്ലാണ്. നമ്മൾ രണ്ട് വ്യക്തികളുടെ ഇടയിൽ നിൽക്കുന്ന ഷെല്ല്, അതൊരു പേരൻസിന്റെ ഇടയിലും ഉണ്ട്. ഇപ്പൊ അവർക്ക് ഉണ്ടാവും, ഉള്ളിലുണ്ടാവും, ഓ ഇവൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ആക്ട്രസ് ആണ് എന്ന് വെച്ചോളൂ, ആരാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് മോനാണുള്ളത്. പുള്ളിക്കാരിയുടെ ഉള്ളില് ഇവൻ ഇങ്ങനെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നോ അല്ലെ പെൺപിള്ളേരെ പറ്റി പുള്ളിക്കാരിയോട് സംസാരിക്കാറോ ഒന്നുമില്ല. അപ്പൊ പുള്ളിക്കാരിയുടെ ഉള്ളില് ഒരു ടെൻഷൻ വരാൻ തുടങ്ങി, ഇവൻ ഇനി ഗേ ആണോ എന്നുള്ളൊരു സാധനം. പുള്ളിക്കാരിക്ക് ഈ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ വേണം. അപ്പം ഈ പുള്ളിക്കാരി ചെന്ന് മോൻ്റെ അടുക്കേ ചോദിച്ചു, ഗേൾ ഫ്രണ്ട്സ് ഒന്നും ആയില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം ഇല്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് വീണ്ടും ഇനിയിപ്പോ ഇതാണെങ്കിൽ, അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരിക്ക് അപ്പൊ ഇതാണെങ്കിൽ പറ്റത്തില്ല എങ്ങനെയാണ്. പക്ഷെ അല്ല, പുള്ളിക്കാരിക്ക് ഇതാണെങ്കിൽ ഓക്കെ ആണ്, കാരണം മോനാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് പറയാൻ ഒരു ഷെല്ല് അവിടെ കിടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അവർക്കത് പറയണമെന്നുണ്ട്, എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്ന് അറിയത്തില്ല. പുള്ളിക്കാരി അവിടെ കിടന്ന് തിരിഞ്ഞ് കണ്ടപ്പോഴേ ഈ ചെറുക്കൻ പറഞ്ഞു, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ കൂടുതലും പറയും, പേടിക്കണ്ട മമ്മ, ഞാൻ ഗേ ഒന്നും അല്ല, എനിക്ക് ആരെയും അങ്ങനെ കണക്ട് ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിക്ക് ഡെഫിനറ്റ്ലി ഒരു റിലീഫാണ് വന്നതെന്ന് പറഞ്ഞു. കാരണം ഗേ ആണെങ്കിൽ ഇത് ഫേസ് ചെയ്യേണ്ട രീതി ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് മാത്രമല്ല, ഇത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്താൽ ഇവർക്കിത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പം ഞാൻ ഗേ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ലെസ്ബിയൻ ആണെങ്കിൽ നിനക്കിതൊരു പേടിയായിരിക്കും എൻ്റെ അടുക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നീ നല്ല രീതിയിലാണെങ്കിൽ കൂടെയും ഇതെനിക്ക് ഹേർട്ട് ആവത്തില്ലേ, പല കാര്യങ്ങളും ചിന്തിക്കണം. പക്ഷെ അല്ലെന്ന് കേട്ടപ്പോൾ പുള്ളിക്കാർക്ക് ഒരു ആശ്വാസം, അപ്പൊ ആ കാറ്റഗറിയിലേക്ക് കടക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അതാ പറഞ്ഞേ, ദർ ഇസ് എ ഷെൽ, ഈവൻ ഇൻ പേരന്റിങ് ദർ ഇസ് എ ഷെൽ. ഇത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ വെബ് സീരീസിലൂടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അത് കിട്ടും. അതിൽ നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പം എത്ര വ്യൂ വരുന്നെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇത് ഷെയർ ചെയ്തെന്നോ അതിലല്ല, ഇത് എത്ര പേർക്ക് കണക്ട് ആയി. ഇപ്പം പേഴ്സണലി എന്തായാലും അവർ നമുക്ക് മെസ്സേജ് അയക്കും, ഇങ്ങനെ ഒരു ഇതുണ്ടായി, അല്ലെങ്കിൽ ഞാൻ പോയി എൻ്റെ സെക്ഷുവാലിറ്റി പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു ബാഡ് ടച്ച് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. ഇപ്പം ഒരു ക്രിയേറ്ററായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പം ഞാൻ ഈ കമ്മിറ്റ് ചെയ്യാനുള്ള കാര്യവും നിന്നിൽ എനിക്കൊരു റെസ്പെക്റ്റ് ഉള്ള കാര്യവും, നീ വെറുതെ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുവല്ല, യു വാണ്ട് ടു മേക്ക് എ ചേഞ്ച് എന്നുള്ളത് ദാറ്റ്സ് എ ബിഗർ തിങ്. ഇപ്പം ഞാൻ ആദ്യം എടുത്ത എൻ്റെ ഷോർട്ട് ഫിലിം വാരിയല്ല എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഞാൻ ലെസ്ബിയൻ സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ലെസ്ബിയൻ എന്ന് ആരും പറയാൻ പോലും ഇതാവില്ല, ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട് ലെസ്ബിയൻ ആയിരുന്നു. അവളെ ഭയങ്കരമായി കോളേജും സൊസൈറ്റിയും ക്രൂശിക്കുന്നത് ഞാൻ നേരിട്ട് നിന്ന് കണ്ടു. എല്ലാവരും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നിന്നവർ പോലും ഇങ്ങനെ അകന്നു മാറുക ചെയ്തത്, എന്തോ മാറാ രോഗം പിടിച്ച് പകരുന്ന രോഗമുള്ള പോലെ. പക്ഷെ അന്നും ഞാനും ഫസ്റ്റ് ടൈമാണ് ലെസ്ബിയൻ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷെ എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും ക്രിക്കായിരിക്കും, പക്ഷെ എനിക്ക് കൂടെ എനിക്കത് നോർമലായിട്ടാണ് തോന്നിയത്. പുള്ളിക്കാരിയുടെ സെക്ഷുവാലിറ്റി തിരിച്ചറിഞ്ഞു, അതിലൊരു തെറ്റും നമുക്ക് പറയാനില്ല. അങ്ങനെ അവളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ഒരു മീഡിയമായിരുന്നു ഷോർട്ട് ഫിലിം. അതാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, എന്താണ് നീ ഇതിലേക്ക് എത്തിയത് എന്നുള്ളത്. കാരണം ആ വാരിയൽ ഇറങ്ങിയതോടെ ഷീ ബിക്കേം ഭയങ്കര കോൺഫിഡൻറ്റ്. അതായത് ദിസ് ഇസ് ഫൈൻ, കാരണം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഒരാളോട് അട്രാക്ഷൻ തോന്നുന്നതോ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ നീഡ്സ് ആണ് സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സാധനം. അപ്പം അതെന്താണെന്നുള്ളത് നിനക്കേ അറിയുള്ളൂ, എനിക്കേ അറിയുള്ളൂ. അതിന് ചോദ്യം ചെയ്യാൻ ആരും, ഈവൻ പേരൻസ് ആർ നോട്ട് അലൗഡ് അതിൽ ചോദ്യം ചെയ്യാൻ. അത് നമുക്ക് വന്ന് പറയാനും അതിൽ കറക്റ്റ് ഡയറക്റ്റ് ചെയ്ത് വിടാൻ നമുക്ക് പറ്റണം. ആ കേപ്പബിലിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അത് ഇനി വരുന്ന ജനറേഷൻ ആണെങ്കിലും ഇതിന് മുമ്പുണ്ടായിരുന്ന ജനറേഷൻ ആണെങ്കിലും, മുമ്പുണ്ടായിരുന്നതിനെ തിരുത്താൻ പറ്റത്തില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ അതാ പറഞ്ഞത്, അത് നോർമലൈസ് ചെയ്യണം. ഈ വരുന്നത് ഇറ്റ്സ് ഫൈൻ എന്നുള്ള കാര്യം
നമ്മൾ നോർമലൈസ് ചെയ്യണം. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ ചേഞ്ചസ് വരുമ്പോൾ, ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ താടി മുടിയൊക്കെ വളരുന്നില്ലേ, അതുപോലെ തന്നെയാണ് നമുക്ക് സെക്ച്വാലിറ്റി വളരും. സെക്ച്വാലിറ്റി വളർന്നാലേ റീപ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. റീപ്രൊഡക്ഷൻ ഉണ്ടായാലേ നമുക്ക് അടുത്ത തലമുറയുള്ളൂ. പിന്നെ മെയിൻ നമ്മൾ പറയുന്നുണ്ട് ക്ലാസ്, നമ്മൾ വി ആർ ബിൽഡിങ് എ നെക്സ്റ്റ് ജനറേഷൻ. അതിന്റെ ബേസിക് പ്രോസസ്സാണിത്. ഇതിനെ നമ്മൾ ബാക്കി എന്തിനേയും പഠിക്കാൻ കുഴപ്പമില്ലല്ലോ. നമ്മൾ തവള ഇതാകുന്നെന്ന് പറയാം, മുട്ടയിടുന്നെന്ന് പറയുന്നത് കുഴപ്പമില്ല. ചില പാമ്പുകൾ പ്രസവിക്കുകയാണ്, ഇത് പറയുന്നത് മുട്ടയിടുകയാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അപ്പൊ മുട്ട വരുമ്പോൾ കുഴപ്പമില്ല, അല്ലാതെ പ്രസവിക്കുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? പണ്ട് ഇതുപോലെ ഒരു ക്രിറ്റിസിസം മറ്റേ ശ്വേതാ മേനോന് മറ്റേ ഡെലിവറി കാണിച്ചു എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട്, ഞാൻ അന്ന് കുഞ്ഞു പറയാമല്ലോ, പക്ഷെ ഞാൻ നന്നായിരുന്നു കണ്ടൊരു പടമാണിത്. കാരണം അന്നാണ് എനിക്ക് എൻ്റെ അമ്മേൻ്റെ അടുക്കൽ ഇത്രയും പെയിൻ അമ്മ സഹിച്ചല്ലോ എന്ന്. കാരണം ആ പുള്ളിക്കാരിയുടെ ഒറിജിനലായിട്ടാണ് കാണിക്കുന്നതെന്ന് കാണുമ്പം നമുക്കൊരിക്കലും അവിടെ ഒരു ന്യൂഡിറ്റിയോ സെക്ഷാലിറ്റിയോ അല്ല നമ്മൾ കാണുന്നത്, ആ പെയിനാണ്. ലുക്ക്, ഇത്രയും എല്ല് മുറുങ്ങുന്ന വേദന എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. അപ്പം നമുക്കൊരു ബഹുമാനമാണ് വരുന്നത്. അമ്മോ, ഇതെന്ന് പറയുന്നത് ഇത്രയും ഈ സിനിമയെ കാണിക്കുന്നത് പോലെ ഇങ്ങനെ പോയി നടന്ന് പറ്റുക, അതല്ല സാധനം എന്നുള്ളത് മനസ്സിലായത് എനിക്കന്നാണ്. ദാറ്റ് ഹെൽപ്പ് മീ. ഒരു മീഡിയമാണ് സിനിമ എന്ന് പറഞ്ഞൊരു മീഡിയമാണ് എന്നെ പഠിപ്പിച്ചത്. അതിലൂടെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ്, ദാറ്റ്സ് ദ റീസൺ. ഇത്രയും വലിയ റീസൺ ആയിരുന്നു. ഓ, തൊണ്ടതാഴ്ച. അതെ, ഇത്തിരി കാപ്പി കുടിച്ചോട്ടെ, നീ ചോദിച്ചോ. സംഭവം ആദ്യം നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ടൈമിലും ഈ ഗായത്രി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ ബേസിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു സ്ട്രോങ് ക്യാരക്ടർ അല്ലേ? അതെ, ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം അത് സ്ട്രോങ് ആവാനുള്ള കാര്യം ഫിസിക്കൽ സ്ട്രെങ്തോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതല്ല. ഇത്രയും പേര് എതിർക്കുമ്പം ഒരാൾ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മളെ എല്ലാവരും മെന്റലി ഇത്രയും പേരും ചുറ്റിന്ന് നീ അങ്ങനെ ഇത് പറയുന്നത് കേൾക്കാൻ ഒരു വിൽ പവർ തന്നെ വേണം. ഇപ്പൊ നീ നേരത്തെ ചോദിച്ച സാധനമാണ്, ഈ കമന്റിലൊക്കെ അത് വരുമായിരിക്കും. പക്ഷെ എനിക്കതിനൊരു വിൽ പവർ ഉണ്ട്. ഞാൻ ചെയ്തതിൽ ഒരു സത്യമുണ്ടെന്നും ഞാൻ ചെയ്ത ഒരു ഇന്റൻഷൻ പ്യുവറാണെന്നും എനിക്കറിയാവുന്നിടത്തോളം കാലം ഈ കാണുന്നവരുടെ കണ്ണിലേ ഉള്ളൂ തിമിരം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പലയിടത്തും ഓപ്പൺ അപ്പ് ആയി പഠിച്ചതാണ്. അങ്ങനെ ഉള്ളൂ. പക്ഷെ ഇത് കേൾക്കേണ്ടവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഈ പറയുന്ന ഗായത്രി എന്ന് പറയുന്ന ക്യാരക്ടറും സെയിം സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റിയൽ ഇപ്പൊ ശ്രുതിയുടെ ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം, പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് അത് ഗായത്രിയുടെ കുറെ കാര്യങ്ങൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവന് മറ്റേ ഓരോ പടവുകൾ പോലെയായിരുന്നു. ഞാൻ ഓരോ സമയം ബ്രേക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നെ ഡീൽ ചെയ്തപ്പോ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്? ഞങ്ങൾ ആർട്ടിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങൾ അതിന് മുമ്പ് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ ആദ്യമായിട്ട് തരുക. അപ്പം ഡയറക്ടറും കൂടുതലും അവനും കുറെ ടെൻഷൻസ് ഉണ്ട്. ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യണം. നമുക്ക് 3 ദിവസമുള്ളൂ ഷൂട്ട് ടൈം, 2 എപ്പിസോഡ് ചെയ്യണം. ഇത്ര പ്ലാൻ, വലിയ ക്രൗഡുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഞങ്ങള് ഒരു ഷെല്ലിൽ നിന്ന് ചെയ്തു വന്ന ടീംസാണ്. അപ്പൊ പുറത്ത് ഇപ്പൊ പ്രൊഡക്ഷൻ ഉണ്ട്, ലൈറ്റ് യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ എല്ലാരെയും ഞങ്ങൾ മാനേജ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യണം. സ്കൂളിൽ ഇത്ര ദിവസം കിട്ടത്തുള്ളൂ, ശനി ഞായറും. എല്ലാരും പല ഏജ് ഡിഫറൻസ് ഉള്ളവരാണ്. ഇവരൊക്കെ അത് ശരിയാ. ഇതിനകത്തിരിക്കുന്ന കുട്ടികളൊന്നും മറ്റേ കുഞ്ഞു കുട്ടികൾ മാത്രമല്ല, കുഞ്ഞു കുട്ടികളും ഉണ്ട്. ഒരു കുട്ടി ഞാൻ വിചാരിച്ചു കുഞ്ഞതായിരിക്കും എന്നേ. ഞാൻ ചെന്ന് ചോദിച്ചപ്പോ ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആണ്. ഞാൻ പറഞ്ഞു മറ്റേ 2 സൈഡിലൊക്കെ മീശയും താടിയൊക്കെ കളഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. എനിക്ക് മനസ്സിലായതേ ഇല്ല കേട്ടോ. ഞാൻ അവർ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു പല കാറ്റഗറിയിലുള്ളവരുണ്ടായിരുന്നു. അപ്പം ഇവരാണെങ്കിലും അപ്പൊ ഇവർക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ടൈം ആയ സമയമാണ്. അപ്പൊ എന്നിട്ടും അവരത് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവരും ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ കുട്ടികളാണ്. അവർക്കും ഓപ്പൺ അപ്പ് ചെയ്യണം, ഇതിന് സംസാരിക്കണം എന്നുള്ളൊരു പവർ ഉണ്ട് അവർക്ക്. ബേസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിന്റെ ആദ്യത്തെ ഇപ്പൊ നമ്മൾ എയർ ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ഗ്രൂമിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഇവരെ ഞങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരെ വിളിച്ചിട്ട് എല്ലാ ശനിയും ഞായറും ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ആദ്യം നിന്ന് പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് സെക്സ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും യൂണിറ്റിൽ നിന്നും സെക്സ് എന്ന് പറയാമെന്ന് ചോദിച്ചു. ആരും പറയുന്നില്ല. എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. അവരാരും മിണ്ടുന്നില്ല. അവര് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ആ വേർഡ് പറയാൻ. അതിനാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു ഹാപ്പി സാഡ് എഴുതിയിട്ട് സെക്സ് എഴുതിയിട്ട് അതിനൊരു ഡെഫിനിഷൻ കൊടുത്ത് പറയാൻ പറഞ്ഞത്. ആ ഫസ്റ്റ് എപ്പിസോഡിൽ ടീച്ചർ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം സീൻ നമ്മൾ ആ ഫസ്റ്റ് എപ്പിസോഡിൽ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. അല്ല, അവർക്ക് ഭയങ്കര ഒരു പറഞ്ഞ അങ്ങനെ അത് ഇങ്ങനെ പറയുന്നുള്ളൊരു സാധനം ഉണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഈ സ്കൂളിൽ പഠിക്കുന്ന പീരീഡ്സ് വരുമ്പോൾ പെൺകുട്ടികൾ ഭയങ്കര ഷൈ ആയിട്ടൊക്കെ മാറും. എക്സാക്ട്ലി. അവർക്കിത് എന്ത് പറ്റി, വയറുവേദന, എന്താ പീരീഡ്സ്,
പീരീഡ്സ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന സാധനം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബോയ്സിനെ മാറ്റി നിർത്തിയിട്ട് ഗേൾസിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഗേൾസിന് വേണ്ടി മാത്രം എങ്ങനെ നിങ്ങൾ ഇതായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കൊടുക്കണം. കാരണം നാളെ ഈ പറയുന്ന ബോയ്സിന് ഒരു ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, പെൺകുട്ടി ഉണ്ടാവും. അപ്പം ഈ പറയുന്നത് പോലെ ഇവർ ഇതെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. അതിന് ഐ എം വെരി പ്രൗഡ്. കാരണം എനിക്ക് പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുള്ളത് എൻ്റെ അച്ഛനും എൻ്റെ അനിയനും ഒക്കെയാണ്. ദേ ആർ നെവർ അഷെയിംഡ് ടു ഗോ ആൻഡ് ബൈ എ സാനിറ്ററി നാപ്കിൻ. അവർ പറയുന്നത് ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ എന്തെങ്കിലും വേണോ? ഇപ്പൊ എന്റെ വീട്ടില് പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്നു. തൊടാൻ പാടില്ല ഐറ്റം എന്ന് പറഞ്ഞ സാധനം. അത് ഭയങ്കര വേസ്റ്റ് ആയിരുന്ന ഒരു സിനാരിയോ ആയിരുന്നു. അത് ആ സാധനം. പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്തത് എൻ്റെ അച്ഛനും. കാരണം ആസ് എ വുമൺ എനിക്കപ്പോൾ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെ. പക്ഷെ എനിക്ക് വേണ്ടി വേറൊരാൾ സംസാരിക്കുമ്പോൾ അതൊരു ഓപ്പോസിറ്റ് ജെൻഡർ സംസാരിക്കുമ്പോൾ അതിനൊരു കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം വന്നിട്ട് അച്ഛനൊക്കെ ഇങ്ങനെ ഓ മൈ ഗോഡ് ഇലക്ട്രിസിറ്റി വന്നു എന്നൊക്കെ പറഞ്ഞു പറയും. അത് നമ്മൾ കോമഡി ആക്കി സിംപ്ലിഫൈ ചെയ്യുമ്പം അത് അത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു സാധനത്തിലേക്ക് വരും. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കെയർ വേണ്ട ഒരു സമയമാണത്. ഭയങ്കര എന്ന് വെച്ചാൽ എടാ നമ്മളുടെ ഹോർമോൺ അത്രയും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരാഴ്ച മുമ്പേ നമുക്ക് മൂഡ് സ്വിങ്സ് വന്നു തുടങ്ങും. അപ്പൊ പണ്ടത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് തുറന്ന് പറയുന്ന പെൺകുട്ടികളാണുള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്ത് വെച്ചതാ. അപ്പൊ ഇവർക്ക് ഇതെല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര മാനസിക പിരിമുറുക്കം വരെ ഉണ്ടായിട്ടുണ്ടാവായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നുള്ളൊരു സാധനം ചോദ്യം ചെയ്താൽ മതി. ഇപ്പോഴും സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ കാണാം. ഡെഫിനറ്റ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത്രയും പുരോഗമനമായിട്ട് വന്നെന്ന് പറഞ്ഞാലും ഇത് പറയാൻ എന്നും ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. ഈ കുട്ടികൾക്ക് ഇത് എത്തുന്നതിന്റെ ഫലമായി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും എന്ന് ശ്രുതിക്ക് തോന്നുന്നുണ്ട്. അതാണ് കാരണം അവർക്ക് ഈ പറയുന്നത് പോലെ ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ പ്രതികരണശേഷി ഭയങ്കരമായിട്ട് വരും. ഇത് വരുമ്പം ഇത് റോങ് ആണ്. ചിലർ വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. പക്ഷെ അവർക്കൊരു പോയിന്റ് കഴിയുമ്പോഴാണ് അവരറിയുന്നത് അയ്യോ ഇതെന്നെ അബ്യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഇത് വന്നു കഴിയുമ്പം അവർക്ക് ആ സ്പോട്ടിൽ മനസ്സിലാവും ഇതിങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ അതിനകത്ത് ബോൾഡായിട്ട് ഇത് പറയണം എന്നുള്ളതാ പറയുന്നത്. അപ്പം ഇതിൽ പ്രതികരിക്കണം എന്നുള്ളൊരു ഊർജം കൊടുക്കുമല്ലോ, നമ്മളൊരു എനർജി പാസ് ചെയ്യലോ. ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. നമ്മളിത് എല്ലാവരെയും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് ആ പോസിറ്റീവ് എനർജി കിട്ടിയാൽ നമ്മുടെ പ്ലസ് പോയിന്റ് ആണ്. അതിനവർക്കൊന്ന് പ്രതികരിക്കാൻ പറ്റിയാൽ. നേരത്തെ ഒരു ഇൻസിഡന്റ് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് സംസാരിച്ചു. അവർക്കൊക്കെ കിട്ടാവുന്നതിൽ ഒരു നല്ലൊരു ക്ലാസ് ഒരു കണ്ടിരിക്കാൻ ഒരു മൈൻഡിലേക്ക് ചെല്ലുന്ന ഒരു മേ ബി പറയുന്ന പോലെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ കൂടെയും അങ്ങനത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ലാത്തവർക്ക് നമുക്ക് ഒരു ടീച്ചറായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ളത് ഡയലോഗ് തന്നെ ഉണ്ടല്ലോ. അതെ, ചർച്ച ചെയ്യട്ടെ ടീച്ചർ. ഇനിയും ചർച്ച ചെയ്യട്ടെ ടീച്ചറെ. അതാ ഇതുവരെയും ചർച്ച അതാ പറഞ്ഞത്. നമ്മള് ചില കാര്യങ്ങള് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ കൂടെ ആൾക്കാർക്ക് കാര്യങ്ങൾ കേൾക്കാൻ കുറച്ചും കൂടെ താല്പര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും റിയാലിറ്റി അറിയാനും അതിനെപ്പറ്റി അറിയാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് പോഡ്കാസ്റ്റുകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് വൈഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചർച്ചകളിലൂടെയാണ് പലതും നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ബേസിക് ഓഫ് എവറിത്തിങ്. ആ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പോലെ ആ ഷെല്ല് ടീച്ചേഴ്സ് സ്റ്റുഡൻസിൽ നിന്നും ആ പാരന്റ്സ് പിള്ളേരിൽ നിന്നും ഒക്കെ ഉള്ള ആ ഷെല്ല് പൊളിച്ച് കളയാന്നുള്ളതാണ് മെയിൻ നമ്മുടെ ഇതിലെ നമ്മളെ. അത് ഇതിലൂടെ മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത് മാറേണ്ടതാണ്. കാരണം ചിലപ്പോൾ പേരൻസിന് ബുദ്ധിമുട്ടുണ്ടാവും നമ്മളെ പിള്ളേരെങ്ങനെ കാണും എന്നുള്ളത്. പക്ഷെ ടീച്ചർക്ക് ആ ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. ടീച്ചർ ഈസ് ദെയർ ടു എഡ്യൂക്കേറ്റ്. എഡ്യൂക്കേഷൻ മീൻസ് ഇൻഫോർമേഷൻ. ഏതൊരു കാര്യവും ഇൻഫോർമേഷനും നമ്മുടെ എഡ്യൂക്കേഷനാണ്. അപ്പം ടീച്ചർ ആരിലും നമുക്ക് കണ്ടെത്താം ഒരു ടീച്ചറിനെ. നമുക്ക് നമ്മളുടെ കൂടെ നടക്കുന്ന സുഹൃത്തിലൊരു ടീച്ചറുണ്ട്, നമ്മളുടെ ഇളയ ഒരു അനിയനിൽ ടീച്ചറുണ്ട്, മൂത്ത ഒരാളിൽ ടീച്ചറുണ്ട്, എല്ലായിടത്തും ടീച്ചറുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ പവർഫുൾ ആയിരിക്കണം എപ്പോഴും. ഇപ്പം ചെറുപ്പത്തിൽ ഒരു അബ്യൂസ് ഉണ്ടായി, പ്രതികരിച്ചു. അതേപോലെ പ്രതികരിക്കണമെന്ന് ഇപ്പൊ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അല്ലെ, നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇന്നതാണ് നിങ്ങൾ നമ്മൾ ഇതിന്റെ ഒരു ഐഡിയ നമ്മളിപ്പോ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു വെബ് സീരീസ് വഴിയാണെങ്കിലും നമ്മൾ ഇതിന്റെ ഒരു ഐഡിയ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനിപ്പോ അത് പറഞ്ഞത് കൊണ്ട് ചിലപ്പം ഞാനിത് പറയുമെന്ന് അറിയാതെയാണ് നീ എന്നെ കാസ്റ്റ് ചെയ്തത്, അത് വേറെ കാര്യം. പ്രൊഡക്ഷൻ ആണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അത് ഈ സമയത്ത് ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിൽ കൂടെയും ഇനി ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും അവർക്ക് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് അന്ന് ഞാൻ വന്ന് മീറ്റ് ചെയ്തപ്പം എനിക്ക് ഓവറോൾ
ആ ഗായത്രിയിൽ ആകും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്നെന്ന് വെച്ചാൽ എങ്ങനെ ഡീൽ ചെയ്യും, എങ്ങനെ കംഫർട്ട് ആവും, ആളെ എങ്ങനെ ആയിരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള്. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു ചിന്താഗതിയുടെ ഒരു വൈരുദ്ധ്യം കാരണമാണ് നിനക്ക് ആ തോട്ട് വന്നത്. മനസ്സിലായോ? കാരണം എല്ലാരും ഒരേപോലെ എടുക്കണമെന്നില്ല. കാര്യം ഞങ്ങൾക്ക് അനുഭവം ഉണ്ട്. കാര്യം മുമ്പേ ഉണ്ടായിരുന്ന ആൾക്ക് അത് കംഫർട്ട് ഒട്ടും തോന്നാത്ത രീതിയിൽ അവര് മാറിയപ്പം ഞങ്ങൾക്ക് പിന്നെ ടെൻഷനായി, ഇത് ആരെങ്കിലും ഇത് ചെയ്യുമായിരിക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ പറയപ്പെടേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നമ്മള് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്കത് പറയാൻ വേണ്ടിട്ട് ആരും മുമ്പോട്ട് വരും എന്നൊരു. അങ്ങനെ നമ്മുടെ പ്രശ്നം ഇവിടെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടുന്ന് തലതെറിച്ചൊരെണ്ണം ഇവിടെ ഉണ്ട്, ഇന്നാ തരാന്ന് പറഞ്ഞ് എന്നെ തന്നത്. അല്ലടാ ഞങ്ങളങ്ങ് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇത്രയും ടെൻഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അല്ല, ശരിക്കും ഇവന്മാരുടെ മുഖത്ത് കാണായിരുന്നു ടെൻഷൻ കേട്ടോ. എന്നിട്ട് എന്നെ ഇവിടുന്ന് വിളിച്ചിട്ട് പ്രിയ ചേച്ചി ചോദിക്കുന്നുണ്ട്, ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞ ആ കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഓക്കെ അല്ലേ എന്തെങ്കിലും വേണോ, ഞാൻ നീ ഇതൊന്ന് എടുത്താ മതി എന്നുള്ള അവസ്ഥയിലായി ഞാൻ ലാസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വെബ് സീരീസിൽ അമ്മയും അച്ഛനും പട്ടിക്കുട്ടി എല്ലാവരും ആയിട്ട് വന്നിട്ട് നമുക്ക് ഇതൊക്കെ പൊളിച്ചേക്കാന്ന് പറയുന്നത്. അതെ, എന്റെ പട്ടിക്കുട്ടി വരെ ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് വായിച്ച് കഴിഞ്ഞിട്ട് പറയുമ്പോഴും എന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഇവരോടും പറയുന്നുണ്ട്, ലുക്ക് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദേ വർ സോ ഹാപ്പി. കാരണം അത് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് അത്രയും പ്രൗഡാണ് അവരുടെ മകളിലൂടെ ഒരു കാര്യം എത്തുന്നു എന്ന് പറയുമ്പം ദേ ആർ സൂപ്പർ പ്രൗഡ്. അത് നിനക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നീ നേരിട്ട് സംസാരിച്ചത് തന്നെയല്ലേ. കാര്യം നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്ന രീതിയും ഓവർ വൾഗാരിറ്റിയും ഇല്ല, പറയപ്പെടേണ്ട കാര്യം നമ്മൾ പറയുന്ന രീതിയിലാണ് ഏതൊരു ടോപ്പിക്കും വൾഗർ ആവുന്നത്. അല്ലാതെ ഈ പറയുന്ന സെക്സ് ആണെങ്കിലും ഒന്നും ആണെങ്കിലും വൾഗർ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളൊരു ഹ്യൂമൻ പ്രോസസ് ആണ് ഈ പറയുന്നതെല്ലാം. നമ്മൾ പട്ടികളുടെ കാര്യത്തിൽ പറയില്ലേ, കന്നിമാസമായി ഇനി ഇപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും തോന്നാത്ത വൾഗാരിറ്റി ഇവിടെ എവിടെയാണ് തോന്നുന്നത്? പട്ടികൾക്ക് കന്നിമാസം ആകുമ്പോഴത്തേക്ക് ആകാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാ മാസവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതില് ഒരു സേഫർ സൈഡ് ഉണ്ട്, ഇതിന് അബ്യൂസീവ് സൈഡ് ഉണ്ട്, ഇതിന് പല സൈഡുകളുണ്ട്. അതാണ് നമ്മൾ വേർതിരിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, ഡയറക്റ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഒരിക്കലും ഇതൊരു അബ്യൂസീവ് ആയിട്ട് പോവരുത് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു പ്ലഷർ പോയിന്റ് ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പൊ നെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരു പ്ലഷർ പോയിന്റ് ആണ്. ഇതിനെ അബ്യൂസീവ് ആയി കഴിഞ്ഞാൽ ഇതൊരു ട്രോമ പോയിന്റ് ആവും. പേടിക്കണ്ട, ഇവിടെ പാട്ട് പാടിയാ നമ്മളിപ്പം 2 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പം ബാക്കി സ്ക്രിപ്റ്റ് ഞാൻ ഓൾമോസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെ കണ്ടിട്ട് ഇപ്പം 2 എപ്പിസോഡിന്റെ ഡബിങ് സെക്ഷനിലേക്ക് കണ്ടിട്ടുണ്ടല്ലോ. എന്നെ മൊത്തം കാണിച്ചിട്ടില്ല കേട്ടോ. ടോട്ടലി ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്ത് അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് ടു ബി ഫ്രാങ്ക് ഞാൻ ഫസ്റ്റ് കാണുന്നത് റെഫറൻസ് മറ്റേ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ എനിക്ക് ഇത്ര പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. കാരണം നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ദർ ഇസ് ലോട്ട് ഓഫ് ലിമിറ്റേഷൻ. നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു ക്രിയേറ്റീവ് സാധനം വരുന്നത് അതിനകത്ത് ഫിനാൻസ് വരുമ്പം, അതിന് പറ്റിയ എക്യുപ്മെന്റ്സ് വരുമ്പോൾ, ലൈറ്റ്സ് വരുമ്പോൾ, അതിന് മിക്സിങ്, അതിന് കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അത് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരാം. അപ്പം എനിക്ക് ആ ഡബിങ്ങിൽ കയറുന്നത് വരെ എന്റെ മൈൻഡിൽ ആ ഒരു എക്സ്പെക്ടേഷനിൽ നിന്നും ഒരു പൊടിക്ക് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് എന്നെ പറ്റി വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാറില്ല, അതുകൊണ്ട് അത്ര തന്നെ ഞാൻ വെച്ചിരുന്നുള്ളൂ. പക്ഷെ ഡബിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇൻട്രോ സെക്ഷൻ ഉണ്ടല്ലോ, ഒരു ഇൻട്രോ പഞ്ച് നീ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ തന്നെ ഐ ഫെൽറ്റ് സോ ഓക്കെ നൈസ്. കാരണം ആ സാധനത്തിൽ ഒരു മൂവി പോലുള്ള ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിലും പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ കണ്ടത് വെറും റോ ആണ്, കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല, ഒന്നും കണ്ടില്ല, റോ ആണ് കണ്ടത്. എന്നിട്ട് ഞാൻ ചെയ്തൊരു സാധനം ഞാൻ അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ ആണെങ്കിലും ഈവൻ ആ കട്ട് ചെയ്യുന്ന പുള്ളി ഉണ്ടല്ലോ, സൗണ്ട് കട്ട് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയറിനെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ നോക്കുക പുള്ളിയുടെ മുഖത്ത് എന്താണ് എക്സ്പ്രഷൻ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി അത് പറയണത് എനിക്ക് കേൾക്കാം ഇവിടുന്ന്, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്തത് എന്താ ബാക്കി പറയാത്തതെന്നുള്ളൊരു സാധനം, അത് ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് സാധനമാണ്. എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഐ ഫീൽ ദിസ് വിൽ ബി വെരി ഗുഡ്. നമ്മൾ ചെയ്തത് നമ്മുടെ ലിമിറ്റേഷൻസിൽ വെച്ചിട്ടും അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച സാധനം കൺവേ ആയിട്ടുണ്ട് എന്നുള്ളത് ഐ ഫെൽറ്റ്. അപ്പം ഡെഫിനറ്റ് ആയിട്ട് കാണുന്നവർക്കും ഫീൽ ചെയ്യും. പിന്നെ ഈ പറയുന്ന പോലെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികള് അയ്യോ അങ്ങനൊന്നും വിചാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മീൻസ് ഇംഗ്ലീഷ് സെക്സ് എഡ്യൂക്കേഷൻ സീരീസുമായിട്ട് ഞാനും അത് ചോദിച്ചില്ലേ നിന്നോട് ഫസ്റ്റ്, നിന്നോടല്ല ഷിനോചാരനോടാ ചോദിച്ചത്. കാരണം അതാണോ എന്നുള്ളത് എന്ന് വെച്ചാൽ അല്ല, പക്ഷെ അതാണ്.
അതാണ് സംഭവം. അതായത് ഇംഗ്ലീഷ് സെക്സ് എഡ്യൂക്കേഷൻ സീരീസ് കാണാത്ത ഒറ്റ മനുഷ്യരും ഉണ്ടാവില്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. കാരണം എന്റെ അനിയന്മാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും എല്ലാവരും കണ്ടുപിടിക്കും. വെച്ചാൽ അത് കോപ്പിയൊന്നും അല്ല, ഞാൻ പറയട്ടെ ചെറുക്കൻ തോക്കി കറി എന്നാ പിന്നെ നീ അങ്ങോട്ടാ ആർട്ടിസ്റ്റ് പറയും. ആർട്ടിസ്റ്റ് ബേബി സംസാരിക്കില്ല. അപ്പോ ഈ പറയുന്ന പോലെ അത് നമ്മൾ കാണാനുണ്ടായ കാര്യം, നമുക്ക് ചില കാര്യങ്ങൾ അറിയാത്തത് നമുക്ക് അതിൽ നിന്ന് വേണം. പക്ഷെ ദർ ഈസ് എ കൾച്ചറൽ ഡിഫറൻസ്. ഇപ്പൊ ഇംഗ്ലീഷിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ലോസ് ഏഞ്ചൽസിൽ അവർ ഷൂട്ട് ചെയ്ത് അവരുടെ കൾച്ചറിൽ അവർ കൊടുക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ ഇരിക്കുന്നത് ഒരു കേരളീയൻ കൾച്ചറിലാണ്. അത് തെറ്റാണെന്നല്ല, നമ്മൾ വരുന്ന കൾച്ചർ എപ്പോഴും നമ്മളത് ചെറിഷ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാം ഈ പറയുന്ന പോലെ എല്ലായിടവും ശരിയാകത്തില്ല. നമ്മുടെ ഡ്രോബാക്സ് ഉണ്ട്, അവരുടെ ഡ്രോബാക്സ് ഉണ്ട്. നമ്മൾ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അവർ അതിനകത്തൂടെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളും ഇതിനകത്തൂടെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നത് സെക്ഷുവലി എന്നുള്ള കാര്യം, അതിലൂടെ നമുക്കുണ്ടാവുന്ന കൊച്ചു കേരളത്തിൽ, കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു ഡൗട്ടുകൾ, ആ കൊച്ചു ഡൗട്ടുകൾ നമ്മൾ കുറച്ച് വലുതായിട്ട് ക്ലിയർ ചെയ്യുന്നതാണ് സെക്സ് എഡ്യൂക്കേഷൻ. സൂപ്പർ. ഞാൻ പോലും ഞാൻ സൂപ്പറാണ്. ഇനി നമ്മുടെ ഡയറക്ടർ സാറിനെ ക്രൂവിനെ കുറിച്ചും കൂടെ. അതെ, ഡെഫിനറ്റ്ലി എല്ലാം കൊച്ചുകുട്ടികളാണ്. ഈ പറയുന്ന പോലെ മൊത്തത്തിൽ കൊച്ചിന്റെ കളിയാണ് അത് മൊത്തം. കുഞ്ഞു പിള്ളേരെന്നല്ല, എന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് ആണ്. ഭയങ്കര ഒരു യങ് ആയിട്ടുള്ള ഏജിലുള്ള എൻ്റെ അനിയൻ്റെ ഒക്കെ പ്രായമുള്ള ആ പിള്ളേരാണ് മൊത്തം ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഐ ആം സൂപ്പർ പ്രൗഡ്. അവർക്ക് ഇത് പറയണം എന്ന് തോന്നിയതിലും ഇത് നാളത്തെ ഒരു ജനറേഷനിൽ എത്തിക്കണം എന്ന് തോന്നിയത്. ബിക്കോസ് എൻ്റെ അനിയനെ പറ്റി ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ അനിയനോട് ചോദിക്കും, നിന്റെ മോൻ ട്രാൻസ്ജെൻഡർ ആണ്, നിന്റെ മോള് ലെസ്ബിയനാണ്, നീ എങ്ങനെ പ്രതികരിക്കും? കാരണം ലുക്ക്, നമ്മളാണ് ആസ് എ വുമൺ നമ്മുടെ ഫാമിലീനെ ഒരു നെക്സ്റ്റ് തോട്ടിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം ഈ പറയുന്ന പോലെ മൂരാച്ചി സ്വഭാവം എടുക്കുമെന്ന് നമ്മൾ നോക്കണമല്ലോ. പക്ഷെ ഐ എം സൂപ്പർ പ്രൗഡ് ദാറ്റ് ദേ സെഡ് ദാറ്റ് ഹ്യൂമൻ ബീങ് അല്ലേ, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ എം സൂപ്പർ പ്രൗഡ് ഓഫ് ദം. അതുപോലെ തന്നെയാണ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദം. കാരണം ഇത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഗ്രേറ്റ് പാരന്റ് ആയിരിക്കും. ഐ എം ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. നമ്മൾ ആരും പാരന്റ്സ്ഹുഡ് ഒന്നും പഠിച്ചിട്ടൊന്നും അല്ല വരുന്നത്. നമ്മുടെ ഫ്ലോസ് ഉണ്ടാവും. പക്ഷേ ദിസ് ഈസ് എ റിലവൻറ്റ് ടോപ്പിക്. അപ്പോൾ നിനക്ക് നാളെ നിന്റെ കുട്ടികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രൂവിന് നാളെ നിങ്ങളുടെ കുട്ടികളോടോ ഇത് സംസാരിക്കാൻ ഒരു ഷെയിം ഉണ്ടാവില്ല, ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അവരെ ജഡ്ജ് ചെയ്യില്ല. അത് നിങ്ങൾക്ക് നാളെ അഭിമാനത്തിൽ നിങ്ങളുടെ പിള്ളേരെ കാണിക്കാം. ഇത് അച്ഛൻ ചെയ്തതാന്ന് പറയുമ്പോഴേ അവർക്കൊരു കംഫർട്ട് സോൺ ആണ്. അച്ഛന്റെ ചിന്താഗതി ഇതാണ് എന്നുള്ള സാധനം അവർക്ക് കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അവർക്ക് കിട്ടും. ആ സാധനം തന്നെ നിങ്ങൾക്കും തരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ദ ക്രൂ ഡിഡ് വെരി വെൽ. അവർക്ക് ഈ പറയുന്ന പോലെ സ്റ്റാർട്ടിങ് ആണ്, നമുക്ക് ഈ പറയുന്ന പോലെ ഫ്ലോസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എങ്കിൽ കൂടെയും അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളൊരു മെസ്സേജാണ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ തന്നെ അതിനെ കാണുക, അക്സെപ്റ്റ് ചെയ്യുക. സോ സെക്സ് എഡ്യൂക്കേഷൻ വിൽ ബി there on your screens soon. Okay, thank you for all the best. നന്നായി വാടാ നീ. നമ്മൾ ഒരുമിച്ച് നന്നാവും അല്ലേ? അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ് കാണാൻ പോകുന്നത്. മേ ബി ഇത്രയും ചക്കപ്പഴത്തില് നമ്മുടെ ആ ഒരു വൈബൊന്നും അല്ല. ഇത് വേറെ ആള്, കാണുന്ന ആളല്ല, അത് വേറൊരു ക്യാരക്ടറാ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്റർടൈനറും ഉണ്ട്, അതിനൊപ്പം തന്നെ നല്ലൊരു ടോപ്പിക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കുക. അതെ, നമ്മളൊരു മെന്റാലിറ്റി പോലെ തന്നെ നിങ്ങളും എടുക്കാൻ ശ്രമിക്കുക. വാച്ച് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് എന്നുള്ളത്. ഒരാളെങ്കിൽ ഒരാള് ചേഞ്ച് ആയാൽ മതി. ദാറ്റ്സ് അവർ എയിം എന്നുള്ളതാണ്. അപ്പം സെക്സ് എഡ്യൂക്കേഷൻ എന്റെയും മാറ്റിനിയുടെയും ഒക്കെ പേജിലൂടെ നമ്മളെ പ്രൊഡക്ഷൻ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. നമ്മൾ പറയുന്ന എന്താണോ അതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാം തന്നെ. ആ ഒരു ഹൃദയം നിങ്ങൾ കാണാതെ പോകും. അല്ലല്ല, നമ്മള് ഇന്ന ക്രൂ നമ്മളെ ഇപ്പൊ ഒരാൾ നമുക്ക് ചെയ്യേണ്ട കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അല്ല ഇന്ന ആള് വന്ന് ചെയ്യട്ടെ, ഇവിടുന്ന് ആള് തരാം, അങ്ങനൊന്നുമില്ല. ചെയ്തോ, നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഐഡിയോളജി കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കംഫർട്ട് അത് എല്ലാവരെയും നിങ്ങൾ ചൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഇവൻ ഈ പ്രൊഡക്ഷൻ കമ്പനി തന്നെ ഞെഴിഞ്ഞു കയറിയത്. ഇവൻ ഇപ്പൊ ഇവിടെ പണിയെടുക്കുന്നു. ഇവൻ മനസ്സിലായി പണിയോടെ നടക്കുക ഓറാച്ചാന്ന്. മനസ്സിലാടാ നിന്റെ കള്ളക്കളി. ഒന്നുമില്ല, നമുക്ക് എപ്പോഴും എല്ലാ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടപ്പോഴേ ഒരു കോൺട്രഡിക്ടറി വന്നാൽ ഇത് വർക്കൗട്ട് ആവാത്ത ടോപ്പിക്കാണ്. കാരണം നമ്മൾ ഈ ചെയ്യുന്നവരുടെ ആണെങ്കിലും പ്രവർത്തിക്കുന്നവരുടെ ആണെങ്കിലും പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ആണെങ്കിലും എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒന്നായാൽ മാത്രം വർക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ. ഇതെല്ലാവരും ഒരേപോലെ നല്ലൊരു ചിന്താഗതി ഉള്ളത് കൊണ്ട് വർക്കായ ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. സോ
അത് നിങ്ങളും അതുപോലെ എടുത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? ഓക്കെ ഓക്കെ ചാച്ചാ ബൈ. ബൈ. ഞാൻ വീട്ടിൽ പോട്ടെ.